എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശമ്പളമടക്കം എമ്പുരാൻ സിനിമയുടെ ബഡ്ജറ്റ് എത്ര? സന്തോഷ് ടി കുരുവിള വെളിപ്പെടുത്തിയത് നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എമ്പുരാൻ മലയാള സിനിമ ആകെ ഉറ്റുനോക്കുന്ന ചിത്രമാണ്. എമ്പുരാന്റെ ബഡ്ജറ്റും അടുത്തിടെ ചർച്ചയായി വരികയാണ്. ആരോടും ചിത്രത്തിന്റെ ബഡ്ജറ്റിനെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂര് നേരത്തെ വ്യക്തമാക്കിയതാണ്. എന്നാൽ നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിള അദ്ദേഹത്തിന്റെ പുതിയ ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ആന്റണി പെരുമ്പാവൂരിനെ സംബന്ധിച്ച് എമ്പുരാൻ എന്ന സിനിമയിൽ നല്ല പ്രതീക്ഷയുണ്ട്. ഏകദേശം ഞാൻ കണക്കാക്കുന്നത് ചിത്രത്തിന് 140-150 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് ഉണ്ടെന്നാണ്. ഞാൻ എമ്പുരാന്റെ സെറ്റിൽ പോയിട്ടുണ്ട്. പൃഥ്വിരാജ് അപാര സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ സിനിമയെ പെർഫെക്റ്റ് ആക്കണം. അതിന് ശക്തമായ പിന്തുണയാണ് ലാലേട്ടനും ആന്റണി പെരുമ്പാവൂരും പൃഥ്വിരാജിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഇതിനോടകം തന്നെ 20-ന് മുകളിലുള്ള ക്യാരക്ടർ പോസ്റ്റർ ഇതിനോടകം തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു കഴിഞ്ഞു. കേരളത്തിൽ മാത്രം ഇതിനോടകം തന്നെ 200-ന് മുകളിലുള്ള ഫാൻ ഷോ കൗണ്ടും ആദ്യ ദിവസം ഇതിനോടകം തന്നെ ചാർട്ട് ചെയ്തു കഴിഞ്ഞു. ഈ വരുന്ന മാർച്ച് 27-നാണല്ലോ ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രൊമോഷൻ ആയിരിക്കും ഈ ഒരു സിനിമക്ക് ആന്റണി പെരുമ്പാവൂർ നൽകുക. എല്ലാം ഒത്തുവരികയാണെങ്കിൽ ഈ വരുന്ന മാർച്ച് 27-ന് ആദ്യ ഷോ കഴിയുമ്പോൾ മികച്ച അഭിപ്രായങ്ങൾ ചിത്രത്തിന് നേടാൻ സാധിച്ചാൽ മലയാളത്തിലെ ആദ്യ ദിവസത്തെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും എമ്പുരാൻ എന്ന സിനിമ മറികടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ എമ്പുരാൻ എന്ന സിനിമയുടെ ഫാൻ ഷോ കൗണ്ട് എത്ര വരെ കേരളത്തിൽ പോകാൻ ചാൻസ് ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.